നമസ്തേ. ഇന്ന് നമ്മൾ പര്യടനത്തിലെ നേശേ ബലസ്യേതി ചര്യേതധർമ്മം എന്ന് പറയുന്ന ലേഖനമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ഉള്ള ചാപ്റ്ററുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്ന് പറയുന്ന അധ്യായവുമായിട്ട് കുറച്ച് ബന്ധമുള്ളൊരു ചാപ്റ്ററാണ് ഈ നേശേ ബലസ്യേതി ചര്യേതധർമ്മം എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ചൂതിൽ തോറ്റ് രാജ്യം പോയി കാട്ടിലേക്ക് പുറപ്പെട്ട പാണ്ഡവന്മാർ കൂറോടെ കൂടെ പുറപ്പെട്ട പൗരസമൂഹത്തെ നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചയച്ച് കാമ്യവനത്തിൽ ചെന്ന് പാർപ്പുറപ്പിച്ചു. വിടാതെ കൂടിയ ഏതാനും ബ്രാഹ്മണരെ പുലർത്തുവാൻ വേണ്ടി യുധിഷ്ഠിരൻ ഭൂമിയിൽ ആഹാരം സൃഷ്ടിച്ചു പോരുന്ന സൂര്യദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. 12 കൊല്ലം ചതുർവിധമായ ആഹാരം വേണ്ടത്ര ഞാൻ തന്നുകൊള്ളാം എന്ന് വരം വാങ്ങി. ഇത് പലതരത്തിലുള്ള അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് മാരാര് താഴെ പറയുന്നുണ്ട്. അക്ഷയപാത്രം എന്ന് പറയുന്നൊരു പാത്രം കൊടുത്ത കഥയൊക്കെ നിങ്ങൾ കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ട് വരുന്ന കഥയല്ലേ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബന്ധുക്കളായ ഭോജ വൃഷ്ണ്യന്ധകന്മാരും പാഞ്ചാലന്മാരും മറ്റും ആപത്ത് കേട്ട് വന്ന് കുശലാന്വേഷണം ചെയ്ത് തിരിച്ചുപോയി. വഴിയെ പാണ്ഡവന്മാർ ദ്വൈതവനത്തിൽ ചെന്ന് പാർപ്പാക്കി. പല തപസ്സിമാരും അവരെ ചുഴന്നുകൂടി. ബ്രാഹ്മണരുടെ ബ്രഹ്മഘോഷം കൊണ്ടും പാണ്ഡവരുടെ ജ്യാഘോഷം കൊണ്ടും ആ പ്രദേശം അത്യന്തം ശോഭനമായി ചമഞ്ഞു. അതായത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവിടെ വനമാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കാതെ ഒരു ഉത്സവം പോലെ അവരവിടെ അങ്ങനെ കഴിയണം. ഒരു നാൾ അവിടെ പുരാണർഷിയും തീവ്ര സമർത്തേജസ്സുമായ മാർക്കണ്ഡേയൻ അതിഥിയായി വന്നു. അപ്പോൾ അത്യധികം സമർത്ഥമായ തേജസ്സോട് കൂടിയ മാർക്കണ്ഡേയ മുനി, മാർക്കണ്ഡേയനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മരണത്തിൽ നിന്ന് മറ്റേ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന മരണത്തെപ്പോലും അതിജീവിച്ചവനാണ്. അതിയായിരുന്നു സർവജ്ഞനും അമിതമായ ഓജസ്സുള്ളവനുമായ ആ മഹാത്മാവ് തപസ്യമാരുടെ മധ്യത്തിൽ ദ്രൗപദിയെ യുധിഷ്ഠിരനെയും ഭീമാർജുനന്മാരെയും നോക്കി പുഞ്ചിരിയിട്ടു. ആ പുഞ്ചിരിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേട്ടോ. അത് കണ്ട് യുധിഷ്ഠിരന് അസുഖം തോന്നി ചോദിച്ചു. യുധിഷ്ഠിരന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭഗവാൻ, ഈ ഋഷിമാരൊക്കെ വല്ലായ്മപ്പെട്ടിരിക്കെ അവിടുന്ന് എന്നെ നോക്കി ഹർഷിച്ച് ചിരിക്കും പോലെ തോന്നുന്നുവല്ലോ, അതെന്താണ്? മാർക്കണ്ഡേയൻ പറഞ്ഞു, ഉണ്ണി, ഞാൻ ഹർഷിക്കുകയുമല്ല ചിരിക്കുകയുമല്ല. എനിക്ക് ഹർഷത്തിൽ നിന്നുണ്ടാകുന്ന ദർപ്പമില്ല. ഹർഷം എന്ന് പറയുന്നത് ഗർവിക്കുക എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഗർവിക്കുക എന്നുകൂടി അർത്ഥമുള്ള സ്മയതി എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, ഹസതി എന്നല്ല. അതുകൊണ്ട് മാർക്കണ്ഡേയൻ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് സാധാരണ ആൾക്കാർക്കുള്ളതുപോലെ ഉള്ള ഒരു ഗർവമില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. ഞാൻ ഹർഷിക്കുകയല്ല ചിരിക്കുകയുമല്ല. എനിക്ക് ഹർഷത്തിൽ നിന്നുണ്ടാകുന്ന ദർപ്പമില്ല, അഹങ്കാരമില്ല. നിൻ്റെ ഈ ആപത്ത് കണ്ടിട്ട് ഞാൻ സത്യവ്രതനായ ദാശരഥി രാമനെ ഓർത്തു പോകുന്നു. ആ രാജാവിനെയും പണ്ട് പിതൃശാസനത്താൽ ലക്ഷ്മണനോടു കൂടി വില്ലേന്തി കാട്ടിൽ നടക്കെ ഋഷ്യമൂക സാനുവിൽ വെച്ച് ഞാൻ കാണുവാനിടയായി. ഇന്ദ്രനൊത്ത പ്രഭാവമുള്ളവനും യുദ്ധത്തിൽ അജയ്യനുമായ ആ മഹാനുഭാവനും ഭോഗങ്ങളെ വിട്ട് കാട്ടിൽ തെണ്ടി നടന്നു. നോക്കൂ, എന്നിട്ട് പറയുന്ന വാക്കാണ് നേശേ ബലസ്യേതി ചര്യേതധർമ്മം എന്ന് മാർക്കണ്ഡേയൻ ഒരു പുഞ്ചിരിയോടുകൂടി പറയുന്നതാണ് നേശേ ബലസ്യേതി ചര്യേതധർമ്മം എന്ന് പറയുന്ന സെൻറ്റൻസ്. അതിൽ ബ്രാക്കറ്റിൽ മാരാരൻ അർത്ഥം കൊടുത്തിരിക്കുന്നു, താൻ ബലത്തിനാളല്ല എന്ന് വന്നാൽ അധർമ്മം ചെയ്യാം എന്നാണ്. എന്നിട്ടാണ് ചിരിക്കുന്നത്. ആ ചിരിയിലാണ് പ്രത്യേകതകൾ. അപ്പോൾ രാമൻ, അതായത് ദാശരഥി രാമൻ കാട്ടിൽ തെണ്ടി നടന്നു. നേശേ ബലസ്യേതി ചര്യേതധർമ്മം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. താൻ ബലത്തിനാളല്ല എന്ന് വെച്ചാൽ അധർമ്മം ചെയ്യാമല്ലോ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. നാഭാഗൻ, ഭഗീരഥൻ മുതലായ രാജാക്കന്മാരും ഈ ആഴിയോളമുള്ള ഊഴി കീഴടക്കിയിട്ട് സത്യം കൊണ്ട് ലോകരെയും കീഴടക്കി. നേശേ ബലസ്യേതി ചര്യേതധർമ്മം. ധാതാവ് പണ്ട് വിധിച്ചു വെച്ച വിധിയുണ്ടല്ലോ, അതിനെ മാനിച്ചും കൊണ്ട് സത്തുക്കളായ സപ്തർഷിമാർ വാനിൽ വിളങ്ങുന്നു. നേശേ ബലസ്യേതി ചര്യേതധർമ്മം. ഏറിയ കരുത്തും കുന്നിൻ കൊടുമുടിയോളം വലിപ്പവും മികച്ച കൊമ്പുകളുമുള്ള ആനകളെ നോക്കൂ, അവയും ധാതാവിൻ്റെ വരുതിക്ക് നിൽക്കുന്നു. നേശേ ബലസ്യേതി ചര്യേതധർമ്മം. രാജാവേ നോക്കൂ, എല്ലാ പ്രാണികളും വിധിച്ചു വെച്ചതെന്തെല്ലാമോ അതെല്ലാം സ്വന്തം വർഗത്തിനും കഴിവിനും ഒത്തവണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നേശേ ബലസ്യേതി ചര്യേതധർമ്മം. അതൊക്കെ സ്വന്തം വർഗത്തിനും കഴിവിനും ഒത്തവണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്.
അല്ലാതെ ഒരാളിൻ്റെ ബലം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം കഴിവ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം വർഗ ബലം വെച്ചിട്ടാണ് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് താൻ ബലത്തിനാളല്ല, തനിക്ക് ബലമില്ല എന്ന് വെച്ചാൽ ഒരാളിന് അധർമ്മം ചെയ്യാം. തൻ്റെ കഴിവിനും വർഗത്തിനും അനുസരിച്ചല്ലേ ഒരാളിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അധർമ്മം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് മാർക്കണ്ഡേയൻ. അവിടെ ആ ചിരിയിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ സത്യം കൊണ്ടും ധർമ്മം കൊണ്ടും തക്ക നടപടി കൊണ്ടും ലജ്ജ കൊണ്ടും എല്ലാ പ്രാണികളെയും കവിഞ്ഞു നിൽക്കുന്ന താങ്കൾക്കുമുണ്ട് സൂര്യനൊത്ത കീർത്തിയും തേജസ്സും. മഹാനുഭാവ, താങ്കൾ കരാർ അനുസരിച്ച് ഈ വനവാസ ക്ലേശം കടന്ന സ്വതേജസ് കൊണ്ട് കൗരവരിൽ നിന്ന് ദീപ്തമായ ഐശ്വര്യത്തെ വീണ്ടെടുക്കും. ഇതും പറഞ്ഞ് മാർക്കണ്ഡേയൻ പാണ്ഡവരോടും അവരുടെ പുരോഹിതനോടുമെല്ലാം വിട വാങ്ങി വടക്കോട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ മാരാര് തൻ്റെ നിഗമനങ്ങളിലേക്ക് എത്തുകയാണ്. ഉടനെ തന്നെ തുടർന്നു. ഇവിടെ മാർക്കണ്ഡേയൻ എടുത്തു പറഞ്ഞ ഉദാഹരണ കർമ്മങ്ങളൊന്നും അധർമ്മമായി ഗണിക്കപ്പെട്ടവയല്ലല്ലോ. എല്ലാം ധർമ്മം തന്നെയാണ്. രാമൻ അച്ഛൻ്റെ ആജ്ഞപ്രകാരം കാട്ടിൽ വസിച്ചു എന്ന് പറയുന്ന അധർമ്മമല്ലല്ലോ. ധർമ്മരാജാവ് ഈ കാട്ടിൽ താമസിക്കുന്നതും അധർമ്മത്തിൻ്റെ ഫലമായിട്ടല്ല. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്നത്, ഒരു ആന അതിൻ്റെ പാപ്പാനെ അനുസരിച്ച് ജീവിക്കുന്നത് അധർമ്മമല്ല, അതിൻ്റെ യജമാനെ അതനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മാർക്കണ്ഡേയൻ എടുത്തു പറഞ്ഞ ഉദാഹരണ കർമ്മങ്ങളൊന്നും അധർമ്മമായി ഗണിക്കപ്പെട്ടവയല്ലല്ലോ. അതിനാൽ അവയെ മുൻനിർത്തി അധർമ്മം ചര്യയിൽ അധർമ്മം ചെയ്യാം എന്ന് സമർത്ഥിച്ചതും ലക്ഷണവൃത്തിയ ചെയ്തത് അധർമ്മമാണ് എന്ന അർത്ഥാന്തരത്തിലേക്ക് സംക്രമിക്കുന്നു. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബലത്തിന് ആളല്ല എന്ന് വിചാരിച്ചിട്ട് ഒരാളിന് അധർമ്മം ചെയ്യാം. എനിക്ക് ബലമില്ല, അപ്പോൾ എനിക്ക് അധർമ്മം ചെയ്യാം എന്നാണ് ആ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബലത്തിന് ആളല്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ധർമ്മമല്ല, അധർമ്മമാണ് എന്നൊരർത്ഥം കൂടി അവിടെ ഉണ്ട് എന്നാണ് മാരാര് പറയുന്നത്, അല്ലേ? ബലത്തിന് ആളല്ല എന്ന് വെച്ചിട്ട് അധർമ്മം ചെയ്യാം എന്ന് പറയുന്നത് എൻ്റെ ന്യായമാണ്, എനിക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ധർമ്മമല്ല, അത് അധർമ്മമാണ് എന്ന ഒരർത്ഥം അതിനുണ്ട്. അതാണ് മാർക്കണ്ഡേയൻ ചിരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അധർമ്മമായതിന് കാരണം അവ താൻ ബലത്തിനാളല്ല എന്ന് വെച്ച് ചെയ്തവയാണെന്നുള്ളത്. അതായത് എനിക്ക് ബലമില്ല എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തത് കൊണ്ടാണ് അത് അധർമ്മമായി പോയത്, അല്ലെങ്കിൽ അത് ധർമ്മം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു കർമ്മത്തെ ധർമ്മമോ അധർമ്മമോ എന്ന് വിവേചിക്കേണ്ടത് അത് ചെയ്തവൻ്റെ ബലാബലബോധത്തെ നോക്കിയിട്ടാണെന്നാവും താല്പര്യാർത്ഥം. കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും. നേരെ പറഞ്ഞാൽ ഒരാൾ കർത്തവ്യ സങ്കേതത്തിൽ തനിക്ക് താൻ പോരിമയോടെ തിരഞ്ഞെടുക്കുന്നത് എന്തും ധർമ്മവും മറിച്ചുള്ളതെല്ലാം അധർമ്മവും എന്നായി. ഒരാൾ കർത്തവ്യ സന്ദേഹത്തിൽ, തനിക്ക് കർത്തവ്യം അതാണോ ഇതാണോ എന്നുള്ള സന്ദേഹത്തിൽ താൻ പോരിമയോടെ തിരഞ്ഞെടുക്കുന്നതെന്തും, സ്വന്തം താല്പര്യമനുസരിച്ച് ചെയ്യുന്നതെന്തും ചിലപ്പോൾ അധർമ്മമായേക്കാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു താല്പര്യാർത്ഥം എടുക്കുവാനുള്ള മുഖ്യോപപത്തി ഇവിടെ മാർക്കണ്ഡേയൻ്റെ ആ ചിരി തന്നെ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കിന് ഒരിക്കലും വാച്യാർത്ഥത്തിലല്ലല്ലോ താല്പര്യം. താൻ ബലത്തിനാലല്ല എന്ന് വിചാരിച്ചിട്ട് ഒരാളിനെ അധർമ്മം ചെയ്യാം എന്നിട്ട് ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? താൻ ചെയ്യുന്നത് അധർമ്മമാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് മാർക്കണ്ഡേയൻ ഓർമ്മിപ്പിക്കുന്നത്. ഇതല്ല തൻ്റെ ധർമ്മം. തൻ്റെ ബലത്തിന് താൻ അനുസാരിയായി ജീവിക്കുന്ന ഒരാളാണ് ധർമ്മപുത്രർ. താൻ തൻ്റെ ഭാര്യയെ ഒരു സദസ്സിൽ കൊണ്ടുവന്ന്, രജസ്വലിയായിരിക്കുന്ന അവളെ, ഒറ്റ വസ്ത്രം മാത്രം ഉടുത്തിരിക്കുന്ന അവളെ കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ താൻ തൻ്റെ സത്യബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് താൻ ചെയ്യുന്നത് ധർമ്മമാണ് എന്ന് വിശ്വസിച്ചു. പക്ഷെ അതായിരിക്കില്ല ധർമ്മം. അത് നേരത്തെയുള്ള ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിഗൂഢമായിരിക്കുകയാണ് ധർമ്മത്തിൻ്റെ തത്വം. അത് മാത്രമല്ല, അത് ഉള്ളിലെവിടെയോ ആയിരിക്കും, അഗാധതയിലെവിടെയോ ആയിരിക്കും, അതെപ്പോഴെങ്കിലും ആയിരിക്കും വെളിപ്പെട്ട് വരുന്നത് എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ആ ആവർത്തിച്ച ശ്ലോകപദത്തെ ബലസ്യ ഈശേ ഇതി അധർമ്മം ന ചരയിൽ, താൻ ബലത്തിനാളല്ലെന്ന് വെച്ച് അധർമ്മം ചെയ്യരുത് എന്ന് അന്വയിക്കുന്നുണ്ട്. അങ്ങനെ അത് തന്നെയാണ് ശരി. പക്ഷേ അവിടെ ആ ചിരിക്ക് പ്രാധാന്യമില്ലാതെ വരും. ആ ഉദാഹരണങ്ങളെല്ലാം ബലമുണ്ടായിട്ടും അധർമ്മം ചെയ്യാതിരിക്കുന്നതാണെന്ന് വാദിക്കുന്നു. ചിലർ വേണമെങ്കിൽ അങ്ങനെയും ആശ്വസിച്ചു കൊള്ളട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ വ്യാസൻ ചിരിക്കുന്ന പദ്യങ്ങളെ ആ വിധം നിബന്ധിച്ചത് കൊള്ളട്ടെ എന്ന് വെച്ചാവാം വ്യാസൻ ആ ചിരിക്കുന്ന പദ്യങ്ങളെ ആ വിധം നിബന്ധിച്ചത്. പക്ഷേ ഈ അന്വയം കൊണ്ട് അർത്ഥചിന്തയിലേക്ക് കടന്നാൽ പണ്ഡിതന്മാർ കുടങ്ങി. ഇവിടെ യുധിഷ്ഠിര രാജർഷിമാരോടും സപ്തർഷിമാരോടും തിര്യക് ജാതികളായ ഗജങ്ങളെയും മറ്റെല്ലാ പ്രാണികളെയും ചേർത്ത് വെച്ച് പറഞ്ഞതിനർത്ഥം ഇവയൊക്കെയും ആ മഹാത്മാക്കളെ പോലെ ധർമ്മനിഷ്ഠയ്ക്ക് ഉദാഹരണമാണെന്നാണോ? ആണെങ്കിൽ ആ മഹാത്മാക്കളെ വെവ്വേറെ എടുത്തു പറയാൻ മിനക്കെടാതെ എല്ലാ പ്രാണികളെയും പറ്റിയുള്ള ഒറ്റ ശ്ലോകം കൊണ്ട് കഴിക്കാമായിരുന്നില്ലേ?
അതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ആനയ്ക്ക് തൻ്റെ ബലം അറിഞ്ഞുകൂടെന്നും അതുകൊണ്ടത് പാപ്പാൻ ആനയുടെ ധാതാവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി നിൽക്കുന്നതെന്നും ഒരു പൊതു ചൊല്ല് തന്നെയുണ്ടല്ലോ. ആനയുടെ ആ കീഴടക്കത്തിൽ താൻ ബലത്തിനാളല്ല എന്ന ബോധമാണുള്ളതെന്നും അതിലൊരു ധർമാനുഷ്ഠാനവും ഇല്ലെന്നും ആർക്ക് മനസ്സിലാവും? ആനയുടെ ധർമ്മം എന്താ? അത് കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. അതിന് തൻ്റെ ഇടത്തോടു കൂടി സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് അതിൻ്റെ ധർമ്മം. അതെല്ലാം അത് മറന്നുകൊണ്ട് താൻ ബലത്തിനാളല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പാപ്പാൻ്റെ തോട്ടിക്ക് കീഴിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് ധർമ്മമല്ല, അത് അധർമ്മമാണ്. അതാണ് മാർക്കണ്ഡേയൻ്റെ ചിരിയുടെ അർത്ഥം. ആ അധർമ്മം താൻ ബലത്തിനാളല്ല എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ആ ബലത്തിനാളല്ല എന്ന് വിചാരിച്ച് ഒരാളിന് അധർമ്മം ചെയ്യാം എന്ന് പറഞ്ഞാൽ അധർമ്മം ശരിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് അധർമ്മം തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ്. നിങ്ങളുടെ എല്ലാം ഭാവം എന്തായാലും വാസ്തവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബലത്തെപ്പറ്റി ഒരു മതിപ്പുമില്ല. അതില്ലായികയാൽ നിങ്ങൾ ചെയ്തതൊന്നും ധർമ്മവുമല്ല എന്നാണ് മാർക്കണ്ഡേയൻ്റെ ചിരി ഇങ്ങോട്ട് അത്യാഹരിക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് മാർക്കണ്ഡേയൻ്റെ ചിരിയെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. നിങ്ങളുടെ ഭാവം എന്തായാലും, നിങ്ങൾ ധർമ്മം ചെയ്തു എന്ന് ഭാവിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും ധർമ്മപുത്രരെ, പക്ഷേ വാസ്തവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബലത്തെപ്പറ്റി യാതൊരു മതിപ്പുമില്ല. ഇവിടെ ബലം എന്ന് പറയുന്നത് ശാരീരിക ബലത്തെ അല്ല മാരാൻ ഉദ്ദേശിക്കുന്നത്. പകരം മാരാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വ്യാസൻ ഉദ്ദേശിക്കുന്നത് ബലബോധത്തെയാണ്. ബലബോധം ഒരു അധർമ്മം കാണുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യരുതാത്ത, ഇപ്പോൾ സ്വന്തം ഭാര്യയെ 5 ഭർത്താക്കന്മാർ, എന്താണ് നമ്മൾ പറയുന്ന പോലെ ഗഡാഗടിയന്മാരായ 5 ഭർത്താക്കന്മാർ നോക്കി നിൽക്കെ പൊതുസദസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു സ്ത്രീയെ, ഭാര്യയോ ആരോ ആയിക്കോട്ടെ, ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഏതൊരാളിൻ്റെയും ധർമ്മമാണെന്നിരിക്കെ ധർമ്മപുത്രൻ അവിടെ മൗനം അവലംബിച്ചു. ആ മൗനാവലംബനത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ താൻ സത്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധമാണ്. ഞാൻ നേരത്തെയുള്ള കാര്യം പറയുകയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത്, സത്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധമാണ്. അപ്പോൾ ആ ബോധം എന്ന് പറയുന്നത് ശരിയായൊരു ബോധമല്ല. ശരിക്കും പറഞ്ഞാൽ അതെന്താണ്? തനിക്ക് അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു കാര്യം താൻ ബലത്തിനാളല്ല എന്നുള്ള ചിന്തയാണ്. അതായത് തൻ്റെ ഉള്ളിൽ ഉള്ള യഥാർത്ഥ ധാർമ്മികത പുറത്തു വരുന്നില്ല. ആ പുറത്തു വന്നിരുന്നെങ്കിൽ ഇയാൾക്ക് ബലബോധം സ്വാഭാവികമായും ഉണ്ടായേനെ എന്നാണ്. അതുകൊണ്ടാണ് ഭീഷ്മർ പറയുന്നത് അയാളാണ് പറയേണ്ടത് ഈ ചെയ്തത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന്, ഞാനല്ല. കാരണം അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് ധർമ്മപുത്രരാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതെന്ന് ഭീഷ്മർ പറയുന്നത് ഇവിടെയാണ് നമുക്ക് നിബന്ധിക്കാൻ പറ്റുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ പറയുന്നു, അവിടെയും ധാതാവിൻ്റെ വരുതിക്ക് നിൽക്കുന്നതിനെ പറ്റിയാണല്ലോ. ധാതാവിന് വിധിക്ക് വഴങ്ങുന്നതും ദുർലംഘ്യമായ ഒരവശത എന്നല്ലാതെ ഒരു ധർമാനുഷ്ഠാനമാണെന്ന് ആരും പറയാറില്ല. നമ്മൾ വിധിക്ക് വഴങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നതും എന്താണ്? ഒരു അവശതയാണ്. നമ്മൾ അതിനെതിരെ പോരാടാൻ നമ്മൾ തയ്യാറല്ല എന്നാണ് അതിനർത്ഥം. മറിച്ച് പൗരുഷം കൊണ്ട് കഴിവുള്ളയിടത്തും വിധിയോട് മറുത്തു നിൽക്കണമെന്ന് ഋഷിമാർ അനുശാസിക്കാറുണ്ട്. അങ്ങനെ വിധിയോട് മറുത്തു നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ ധർമ്മമെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കുന്നത് സപ്തർഷിമാർ തന്നെ ചെയ്യുന്നതായാലും ധർമ്മമാകാൻ വഴിയില്ല. വിധിയോട് പോലും, നമ്മുടെ ധാതാവിനോട് പോലും അവസരോചിതമായി നമ്മൾ മറുത്തു നിൽക്കണം എന്നാണ് പറയുന്നത്. മറുത്തു നിന്ന് നമ്മൾ പോരടിച്ച് നോക്കണം നമുക്ക് ശരിയെന്ന് തോന്നുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെ അയ്യോ ഞാൻ വിധിക്കൊക്കെ ഞാൻ എങ്ങനെയാണ് എതിർക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നതല്ല ധർമ്മം എന്നാണ് പറയുന്നത്. അതെ, ബലമില്ലെന്ന് വെച്ച് വിധിക്ക് വഴങ്ങുന്നതൊന്നും ധർമ്മമല്ല. ബലം പൂണ്ട് വിധിയോട് മറുത്തു നിൽക്കുന്നതേ ധർമ്മമാവൂ എന്നാണ് ഇവിടെ മാർക്കണ്ഡേയ പക്ഷം. നമ്മൾ എന്ത് ചെയ്യണം? അതിനെതിരെ പോരാടണം എന്നാണ്. ബലബോധം നമുക്ക് തനിയെ ഉണ്ടാകണം. നമ്മൾ എത്ര ബലമില്ലാത്ത, ശാരീരിക ക്ഷമതയല്ല അവിടുത്തെ ബലം എന്ന് പറയുന്നത്. അവിടുത്തെ ബലം എന്ന് പറയുന്നത് ബലബോധമാണ്. അത് അവനവൻ്റെ ധർമ്മബോധത്തിൽ നിന്നും അവനവൻ്റെ ആവശ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. തനിക്ക് 16-ാം വയസ്സ് വരെ ആയുസ് വിധിക്കപ്പെട്ടതിനെ പൗരുഷം കൊണ്ട് എതിർത്ത് ദീർഘായുസ് നേടിയ അദ്ദേഹം ഇത് പറയുവാൻ തികച്ചും അർഹനാണ് താനും. അതായത് ബലമില്ലെന്ന് വെച്ച് വിധിക്ക് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ മാർക്കണ്ഡേയൻ എന്ത് ചെയ്തേനെ? എന്നേ മരിച്ചു പോയേനെ. മാർക്കണ്ഡേയൻ തൻ്റെ വയസ്സിനെ അല്ലെങ്കിൽ തൻ്റെ ആയുസിനെ നീട്ടിയെടുത്ത ആളാണ്. അങ്ങനെ ആയുസിനെ നീട്ടിയെടുത്ത ആളിന് ഇത് പറയാനുള്ള അർഹതയുണ്ട്. അയാൾക്ക് പറയാൻ പറ്റും, ഞാൻ വിധിയോട് പോരടിച്ചിട്ടാണ് നിങ്ങളെ ഉപദേശിക്കുന്നതിനും ചിരിക്കുന്നതിനും വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാൻ മാർക്കണ്ഡേയന് പറ്റും. അതുകൊണ്ട് മാർക്കണ്ഡേയനല്ലാതെ മറ്റാരാണ് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ അർഹനായിട്ടുള്ള ആൾ? ഈ വെളിച്ചത്തിൽ നമുക്കിനി ആദ്യമുള്ള സത്യവ്രത പ്രസ്താവനകളെ പരീക്ഷിക്കാം. ഒരാൾ അന്യൻ്റെയും തൻ്റെയും പ്രിയഹിതങ്ങൾ ഓർത്ത് പറഞ്ഞ വാക്ക് സത്യമാണ്. എങ്കിലും വികാരഭേദത്തിന് അടിപ്പെട്ട് പറഞ്ഞു കളഞ്ഞ വാക്കും സത്യം തന്നെ. പക്ഷെ രണ്ടിനും തമ്മിൽ ധ്രുവാന്തരം
ജന്മാന്തരമുണ്ട്. ഇവയിൽ ഏതാണ് ഇവിടുത്തെ സത്യങ്ങൾ? രണ്ടാമത്തേതാണെന്ന് പ്രകൃതമായ യുധിഷ്ഠിര കഥ തെളിയിക്കുന്നു. താൻ ചൂതുകളിക്കമ്പവും രാജ്യലോപവും മൂലം ഏറ്റുപറഞ്ഞ ഒരു വാക്കാണ് അദ്ദേഹത്തിന് വനവാസ പ്രതിജ്ഞ എന്ന് സ്പഷ്ടമാണ്. ദാശരഥി രാമൻ വനവാസത്തിന് കാരണമായ സത്യവും ഇതുപോലെ മറ്റൊരു വ്യസനാസക്തി മൂലം പറഞ്ഞുപോയ വാക്കിൻ്റെ ഫലമാണെന്ന് ആ രാമൻ തന്നെ ആവലാതിപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഏതോ ചില വികാരങ്ങളുടെ പ്രേരണാവിശേഷങ്ങളാൽ വേണ്ടും പോലെ ആലോചിക്കാതെ പറന്നുപോയ വാക്കിൻ്റെ പേരിൽ സത്യം സത്യം എന്ന് വിചാരിച്ചടങ്ങുന്നത് വിധി വിധി എന്ന് വെച്ചടങ്ങുന്നത് പോലെ തന്നെ ഒരു ദുർബലതയും തന്മൂലം അധർമ്മവുമാണെന്നായി. പ്രകൃതത്തിൽ ആകെക്കൂടിയുള്ള വ്യംഗ്യാർത്ഥം അതാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചാടിക്കേറി പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ്, അയ്യോ ഞാനത് പറഞ്ഞു പോയി, സത്യം പാലിക്കണമല്ലോ, അല്ലെങ്കിൽ ആ സംഭവം അങ്ങനെ ആയിപ്പോയി, ഞാനത് പാലിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറയുന്നത് ശരിയല്ല. വികാരങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല. അതല്ല ധർമ്മം എന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്യം വാഴുക സ്വധർമ്മമായിട്ടുള്ള യുധിഷ്ഠിരൻ ചൂതുകളിക്കമ്പം മൂലം അതെല്ലാം കളഞ്ഞു കുളിച്ച് ഭാര്യാ സഹോദരന്മാരോടുകൂടി പോന്ന കാട്ടിൽ തപസ്വിമാരുടെ ഇടയിൽ കൂടിയത് കണ്ടിട്ട് കൽപ്പാന്തങ്ങൾ പോലും കണ്ടിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി ചിരിച്ച ചിരി എത്ര അർത്ഥഗർഭം, എത്ര സുന്ദരം! ആ ചിരി യുധിഷ്ഠിരൻ്റെ മേൽ മാത്രമല്ല, പ്രപഞ്ചമാകെ കാലാന്തരത്തോളം വ്യാപിച്ചു കിടക്കുന്നു. എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേശ്യേ ബലസ്യേ എന്ന് വെച്ച് സ്വധർമ്മപ്രാപ്തമായ കർമ്മത്തിൽ നിന്ന് പിന്മാറുകയും അതിനെപ്പറ്റി സത്യാഹിംസകളുടെ പേരിൽ പ്രജ്ഞാവാദങ്ങൾ കണ്ടുപിടിക്കുകയും ഉണ്ടാകാറുണ്ടല്ലോ. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് നമ്മളിതുപോലെ തന്നെ ന്യായങ്ങൾ പറയും, എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടല്ലോ എന്നാണ്. ഇത്തരം വൈക്ലഭ്യത്തിൻ്റെ അകർമ്മണ്യതയുടെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തിൻ്റെ മേലെല്ലാം മാർക്കണ്ഡേയൻ്റെ ആ ചിരി പരക്കുന്നു. അതായത് ഇതെല്ലാം നമ്മുടെ ഹൃദയ ദൗർബല്യം കൊണ്ടോ അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു രക്ഷപ്പെടലിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു സത്യപ്രതിജ്ഞയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികാര വിക്ഷോഭ പ്രകടനമോ ഒക്കെ എടുത്തിട്ട് അയ്യോ ഞാനങ്ങനെ പറഞ്ഞു പോയി, ഞാനങ്ങനെ സത്യം ചെയ്തു, ഇനിയിപ്പോൾ എനിക്ക് അതിന് വേണ്ടി മെനക്കെടാനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത് എന്താണ്? ധർമ്മത്തിൽ നിന്നുള്ള പിൻവാങ്ങലാണ്. കൊട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, അപ്പുറത്തെ വീട് വയ്ക്കുകയാണ്. ധർമ്മത്തിൽ നിന്നുള്ള പിൻവാങ്ങലാണ്, അല്ലാതെ എന്തല്ല നമ്മുടെ അതല്ല അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് ആ മാർക്കണ്ഡേയൻ ചിരിക്കുന്നത്. കാരണം സ്വന്തം മരണം തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമിച്ച് വിജയിച്ച ആളാണ് മാർക്കണ്ഡേയൻ. ആ മാർക്കണ്ഡേയൻ ചിരിക്കും. ആ ചിരിയാണ് എന്താ ധർമ്മപുത്രരെ നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നാണ് ആ ചിരിയുടെ അർത്ഥം എന്നാണ്. പിന്നെ അപ്പോൾ ഇത് തന്നെയാണ് ഭീഷ്മ ദ്രൗപദിയോട് ബലവാംസ്തു യഥാധർമ്മം എന്ന് പറഞ്ഞത്. അതുപോലെ ഇവിടെയുള്ള വേറെ ചിലത് കൂടി ചൂണ്ടിക്കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബലമുള്ളവൻ എന്ത് പറയുന്നോ അതാണ് ധർമ്മം എന്ന് നേരത്തെ ഭീഷ്മർ ദ്രൗപദിയോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. കാരണം ബലം എന്ന് പറയുന്നത് ബലബോധമാണ്. അവനവൻ്റെ ഉള്ളിൽ ധർമ്മബോധത്തിൽ നിന്നും ഉയർക്കൊള്ളുന്ന ഒരു ബലബോധമുണ്ടാകണം. എന്നാൽ മാത്രമേ ധർമ്മമേത് അധർമ്മമേത് എന്നൊരാളിനെ ശരിയായിട്ട് അവനവൻ്റെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം എന്നിവിടെ മാരാർ വ്യക്തമാക്കുന്നുണ്ട്. മാർക്കണ്ഡേയൻ്റെ ചിരി നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്കും കൂടെ ഉള്ള ഉപദേശമാണ് കേട്ടോ. പരമാവധി ശ്രമിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിക്കുക, എന്നിട്ട് നമ്മളത് പറയുകയാണെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. അല്ലാതെ ഒന്നും ചെയ്യാതെ നമ്മൾ അയ്യോ ഞാനൊരു വാക്ക് പറഞ്ഞു പോയി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ധർമ്മമല്ല എന്നാണ് ആര് പറയുന്നത്? നേശ്യേ ബലസ്യേതി ചരേതധർമ്മം എന്ന വരിയിലൂടെയല്ല, എന്ന ചിരിയിലൂടെ ആര് പറയുന്നത്? വ്യാസൻ നമ്മുടെ മുന്നിൽ പറയുന്നത്. ഇവിടെ കർമ്മം ചെയ്യുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് സിദ്ധാന്തിക്കുന്ന ഭഗവാൻ അകർമ്മവാദിയായ ദുർബലൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ കർമ്മത്യാഗവാദത്തിൻ്റെ മൂലം കാരണം ദൗർബല്യമാണെന്നും അതിനാൽ അത് ധർമ്മവും അവിദ്യയുമാണെന്നും സൂചിപ്പിക്കുന്നു. അതായത് കർമ്മത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്നതാണല്ലോ ഭഗവത്ഗീത പോലുള്ള കൃതികൾ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? നീ നിൻ്റെ കർമ്മം ചെയ്യുക എന്നാണ് പറയുന്നത്. കർമ്മം ചെയ്യുക മാത്രമേ ഒരാളിന് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ അത് അകർമ്മവാദിയായ ഒരാൾ ദുർബലനാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നവൻ ദുർബലനാണ്. കർമ്മത്യാഗവാദത്തിൻ്റെ മൂല കാരണം ദൗർബല്യമാണെന്നും അതിനാൽ അത് അധർമ്മവും അവിദ്യയുമാണെന്നും സൂചിപ്പിക്കുകയാണ് അത് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരാളിൻ്റെ ബലം എന്ന് പറയുന്നത് അയാളുടെ ശാരീരിക ക്ഷമതയോ അയാൾ വൈകാരികമായി ചെയ്യുന്നൊരു പ്രതിജ്ഞയോ അയാളുടെ സത്യമോ ഒന്നുമല്ല. പിന്നെന്താണ്? അയാളുടെ ഉള്ളിലുള്ള ബലബോധമാണ്.
വിധിയോട് പോലും നിയതാവിനു പോലും പടവെട്ടി താൻ ജയിക്കും എന്നുള്ള അയാളുടെ കർമ്മണ്യതയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം യുധിഷ്ഠിരൻ അനുഷ്ഠിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ഷത്രിയന്മാരുടെ ധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യലാണ്. ദുര്യോധനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞു, യുദ്ധത്തിൻ്റെ ആയുധശാലയിൽ ക്ഷത്രിയന്മാരുടെ ധർമ്മം യുദ്ധം ചെയ്യലെന്നാണ്. അപ്പോൾ ആ യുദ്ധം തൻ്റെ ശരി ഏതാണ് എന്ന് യുദ്ധം ചെയ്ത് തീരുമാനിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ അങ്ങനെ എതിരിടാനുള്ള അവകാശം ധർമ്മപുത്രർക്ക് ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ അയ്യോ ഞാനൊരു സത്യം ചെയ്തവനാണേ, ഞാൻ ഇത്രയും പാവമാണേ, ഞാനൊരു ധർമ്മിഷ്ഠനാണേ എന്നൊക്കെ പറഞ്ഞ് അകർമ്മണ്യതയെ ഈ ന്യായങ്ങൾ കൊണ്ട് മൂടി വയ്ക്കുക എന്ന് പറയുന്നത് ഒരുത്തൻ്റെ ദുർബലതയാണ് എന്നാണ് ആ ചിരിയുടെ അർത്ഥം. ഓക്കെ, അടുത്ത ലേഖനം തൊട്ട് പിന്നാലെയുണ്ട്. അടുത്തത് കിരാതമൂർത്തിയാണ്. ഈ നേശേബലസീതി ചരിതധർമ്മവും കിരാതമൂർത്തിയൊക്കെ നല്ല മനോഹരമായ ലേഖനങ്ങളാണ് കേട്ടോ. അപ്പോൾ നേശേബലസീതി ചരിതധർമ്മം എന്ന് പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ പറയാം, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നോക്കാൻ ഞാൻ വിട്ടുപോയി, നോക്കിയിട്ട് ഞാനത് പറയാം കേട്ടോ. കിരാതമൂർത്തി പറയുമ്പോൾ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനെ കുറിച്ച് പറയാം. ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ഒരു ലേഖനം നേശേബലസീതി ചരിതധർമ്മമാണ്. വ്യക്തമായി കാണുമെന്ന് മനസ്സിലാകുന്നു. ഞാൻ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം കേട്ടോ, നോക്കാൻ വിട്ടുപോയി തിരക്കിൻ്റെ ഇടയിൽ. ഓക്കെ, അടുത്ത കിരാതമൂർത്തി.